കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം കാണിച്ചു കണ്ട് അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇമ്മാതിരി വലിയൊരു ദുരന്തത്തിനൊക്കെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ആവരുത്, അങ്ങനെ ആവരുത്. അതൊന്നും ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുക്കൻ ചെറിയൊരു ചെക്കൻ ഇവനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പറ്റാവുന്ന ആൺകുട്ടികൾ നിങ്ങളെ ജില്ലയിൽ നിങ്ങൾ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും അങ്ങോട്ട് പൊട്ടിച്ചേക്കുക. അവർ പ്രകൃതി തന്നെ കൊണ്ടുപോയി കൊണ്ടോട്ടെ, ഒന്നുമില്ല എനിക്കൊന്നും പറയാനില്ല. നമ്മളാരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം. വയനാട് ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ശരിക്ക് 400-ന് മുകളിൽ ആളുകളാണ് മരണപ്പെട്ടതെന്നുള്ളതാണ്. മലയാളികൾ ശരിക്കും കരയാണ്, എല്ലാവരുടെ ഉള്ളിൽ വേദനയാണ്. ഇത് മനസ്സിൽ നിന്ന് പോവാത്തൊരു ഒരു ഉരുൾപൊട്ടലായിപ്പോയി. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ്. നമ്മളൊക്കെ അതിൻ്റെ ദുഃഖത്തിലാണ്. ഒരുപാട് പേര് ഇനിയും മണ്ണിനടി കിടക്കുകയാണ്. ഒരുപാട് പേരുടെ എല്ലാം നഷ്ടപ്പെട്ടു. അതായത് ജീവൻ മാത്രമല്ല, അതായത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ഒറ്റപ്പെട്ടിട്ടുള്ള ആളുകൾ വരെ ഇന്ന് അവിടെ ഉണ്ട്. സ്വത്തുക്കൾക്കപ്പുറം കുടുംബാംഗങ്ങളെല്ലാം പോയിട്ട് നിൽക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സാഹചര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളാകെ ഫീലിംഗായി നിൽക്കുന്ന സമയത്ത് ഒരു റിനോയിലാവുമെന്നാണ് തോന്നുന്നുണ്ട്. ഒരു ചെക്കൻ, ചെറിയൊരു ചെക്കനാട്ടോ, ഇവനിതൊക്കെ കണ്ടിട്ട് പരിഹാസം, ഇവനത് പൊട്ടിച്ചിരിച്ച് ആസ്വദിക്കുകയാണ് ഇവനത് കണ്ടിട്ട്. ഇവിടെ ഇത്രയും ആളുകളെ കാണാനില്ലാണ്ടായിട്ടും ജീവൻ പോയിട്ടൊക്കെ ഇവനൊക്കെ എന്തോന്നും മനുഷ്യനെനിക്ക് ആലോചിക്കാൻ പറ്റണില്ലല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പാൾ, വണ്ണാറമല സ്കൂളിലെ പ്രിൻസിപ്പാൾ സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഇത്രയും ആളുകൾ മണ്ണിനടിയിലാണ്, ഇത്ര ആൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് കിടന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇവൻ പരിഹസിച്ച് ചിരിക്കുക, ഇളിച്ചുക. എൻ്റെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. എടാ, നിന്നെ വയനാട്ടുകാരൻ മാത്രമല്ല, ഈ ലോകത്തുള്ള മലയാളികളൊക്കെ നിന്നെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് കാണാൻ കാത്തിരിക്കാനാവൂടാ എല്ലാവരും കേട്ടോ. ഞാനടക്കം ഒന്ന് കാണാൻ കാത്തിരിക്കണം. നീ എവിടേക്കാണ് അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിയത്? ഇപ്പം അവൻ്റെ ചാനലിൽ ഇത് കാണാനില്ല, അവൻ ഡിലീറ്റ് ചെയ്ത് ഓടിയിരിക്കുകയാണ്. ഇവനൊന്നും എന്താ പറയുക, കയ്യും കാലം തല്ലി ഒടിച്ച് മൂലൊക്കെ ഇടുന്നത്. അവൻ എന്തിനാണ് ഇവൻ്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലാകണമെങ്കിലോ. ഇവന് എന്തൊക്കെ രീതിയിലാണ് ഇവനെ ചെയ്യാൻ പറ്റുക. ഇവൻ ഇമ്മാതിരി പരിപാടി ചെയ്യരുത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല. ഞാനൊന്നും ഇങ്ങനെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളല്ലെങ്കിലും ഇതിനൊക്കെ 2 വാക്ക് പറഞ്ഞെങ്കിൽ പിന്നെന്താ അർത്ഥം. വയനാട്ടിൽ ഇതുപോലെ തന്നെ മുലയൂട്ടാമെന്ന് പറഞ്ഞ് സഹോദരിമാർക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഒന്നല്ല, ഒരു 3-4 എരപ്പാളികൾ വന്നിട്ട് ഭയങ്കര മോശമായ രീതിയിൽ കമൻ്റ് ഇട്ടവന്മാർ 1-2 ആൾക്കാരൊക്കെ നന്നാക്കി പൊത്തിയിട്ടുണ്ട്. ഒരുതിനെ കണ്ണൂരുള്ളവനെ പള്ളർച്ച് കിട്ടി, നാണം കെട്ട്. ഇതുപോലുള്ള ഇവനൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ പീച്ച് ചീന്തണം. ഈ പറഞ്ഞ ഈ ചെറുക്കനടക്കം നാണം കെടുത്തി വിടണം. ഇനി വരും വർഷങ്ങളിലോ അല്ലെങ്കിൽ ഒരു ദുരന്തം ഇല്ലാണ്ട് കെട്ടെന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം നമ്മൾ. ഇത്രയും ദുരന്തം വരുമ്പോൾ ഇവർ ആഘോഷിക്കുകയാണ്. ഇവർക്ക് പരിഹാസം അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ കുറ്റം പറയുക. എടാ, നീ എന്താ നിൻ്റെ ഉദ്ദേശം? നിൻ്റെ ഉദ്ദേശം ഫേമസ് ആകലാണല്ലേ? എടാ, ഫേമസ് ആകാനൊക്കെ എന്തെല്ലാം വഴിണ്ടാ. നീ അർജുനെ കുറച്ച് പറഞ്ഞു നോക്കിയാൽ നീ ക്ലിക്കായില്ല അല്ലേ? പിന്നെ നീ എന്ത് പണി, ഇത് നേരെ പിടിച്ചു. ഇതുമേ കയറി പിടിച്ചിട്ട് മാക്സിമം നീ ഒന്ന് വൈറലാവാൻ വേണ്ടി ശ്രമിച്ചു. ആടാ, ഇപ്പോൾ നല്ല പബ്ലിസിറ്റി എനിക്ക് കിട്ടിക്കൊണ്ട് കേടാജ് നല്ല രീതിയിൽ തന്നെ ഈ വിചാരിച്ച പോലെ തന്നെ എന്തായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടാ. നല്ല രീതിയിൽ തന്നെ എനിക്കുള്ള ഉണ്ടല്ലോ, എനിക്കുള്ള ഉണ്ട കാത്തിരിക്കുകയാണ്. ഇവനൊക്കെ എന്താ പറയുക, ഇവനൊക്കെ പേരിൽ കേസ് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം കാണിച്ചു കണ്ട് അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇമ്മാതിരി വലിയൊരു ദുരന്തത്തിനൊക്കെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് ആവരുത്, അങ്ങനെ ആവരുത്. അതൊന്നും ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്വത, ഇവനെ ചിന്തിക്കാനുള്ളൊരു പക്വത ഇല്ലേ? അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വീട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതാണല്ലോ അതിൻ്റെ ഇത്. ഈ ചെക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഈ ലോകം എന്താണെന്ന് അറിയില്ല. ഇവൻ്റെ വിചാരം ഇവിടെ കാലാകാലം ഇവിടെ ഇങ്ങനെ ജനിച്ച് വളർന്ന് കലാകാലം ഇവിടെ ജീവിക്കുന്നടാ, ഒക്കെ മരിക്കേണ്ടി വരില്ലടാ. ഇവൻ്റെ അച്ഛനും അവനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിച്ചോളി. ഈ ജാതി പരിഹാസമാണെങ്കിൽ നിങ്ങളടക്കം ഇവൻ എന്തെങ്കിലും ചെയ്യാനും മടിക്കില്ല കേട്ടോ. അതും ഇവൻ വൈറലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇവനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എല്ലാവരും ഇവനിപ്പോൾ കൈ കിട്ടാൻ വേണ്ടി കാത്തിക്കുകയാണ് എല്ലാവരും. എടാ പൊന്നു മോനെ, നിനക്ക് കൈ കിട്ടിയണ്ടല്ലോ, എന്താണ് സംഭവിക്കുന്നത് നിനക്ക് കാണാം. എന്തായാലും ഉറപ്പാണ്, ഇവനെ പൊക്കും. ഇവനെ പൊക്കിയിട്ട് ഇവനെ പൊട്ടുന്നതും നമ്മൾ കണ്ടിരിക്കും. ഇവൻ്റെ മാപ്പുമായിട്ട് വരുന്ന വീഡിയോ നമ്മൾ കാണും. എന്തായാലും ആ നാട്ടിലും ഉണ്ടാവുമല്ലോ. എനിക്ക് പറയാനുള്ള റിനോയി എന്ന് പറയുന്ന
ഈ ആപ്പൻ്റെ വീട് എവിടെ വെച്ചാൽ ആ വീട്ടിൽ പോയിട്ട് ആ നാട്ടുകാരോടെ പറയാനുള്ളത്, കാരണം നിങ്ങൾക്ക് ഏകദേശം അറിയുണ്ടാവില്ല ഇവൻ എവിടെ നിന്നുള്ളത്. അവിടെ പോയിട്ട് ഇവന് കൊടുക്കേണ്ട നല്ല രീതിയിൽ ഉണ്ട നന്നായിട്ട് കൊടുത്തിട്ട് അതൊന്ന് പുറത്തേക്ക് വിടിക്കണം. അതാണ് കാണേണ്ടത്. ഇനി ഒരുത്തനും ഇങ്ങനൊന്നും ചെയ്യാൻ തോന്നരുത്. അവനൊക്കെ മാക്സിമം അങ്ങോട്ട് എന്താ ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നിടത്തോളാണ്ട് കൊടുക്കുക. വേറെ ഒന്നും എനിക്ക് ഇതിനു വേണ്ടി പറയാനില്ല. ഞാൻ ഒന്നിനും പറ്റി ഇത്രയും വന്ന് പറയുന്ന ഒരാളല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളൊക്കെ ഏറെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഓർത്തിട്ട്. പക്ഷെ ഇതെന്താ രണ്ടു വാക്ക് പറയാണ്ടൊക്കാൻ വയ്യ. അവനൊക്കെ പറയണില്ല ഞാൻ ബാക്കി. അപ്പം മാക്സിമം എന്ത് ചെയ്യുക വെച്ചാൽ ഇവനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പറ്റാവുന്ന ആൺകുട്ടികൾ നിങ്ങളെ ജില്ലയിൽ നിങ്ങൾ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും അങ്ങോട്ട് പൊട്ടിച്ചേക്ക്.